പാർവതി, ഇങ്ങനെ കരയാതിരിക്ക. എന്തിനാ കരയുന്നേ? സാറിന് ഈ ഗതി ഉണ്ടായല്ലോ. എടോ, ഇത് തന്നെ പോലെ തന്നെ ഞാനും എന്റെ ഇഷ്ടത്തോടെ തന്നെ സ്വീകരിച്ചതല്ലേ. അല്ലാതെ താൻ എന്നെ നിർബന്ധിച്ചിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ ഇവിടെ എത്തിച്ചൊന്നുമല്ലല്ലോ. ആണോ? അല്ല. അപ്പോ താനേ ഇത് താൻ കാരണം എനിക്കുണ്ടായ വിധിയാണെന്നോർത്ത് കരയരുത്. അത് തെറ്റാണ്. ഇവിടെ ഇങ്ങനെ കഴിയുന്നതിൽ എനിക്ക് യാതൊരു പ്രയാസവും ഇല്ല. മറിച്ച് സന്തോഷം മാത്രമേ ഉള്ളൂ. ഞാനിത് ആത്മാർത്ഥമായിട്ട് തന്നെ പറയുന്നു. എനിക്ക് സന്തോഷമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമ്മയ്ക്കും സന്തോഷമായിരിക്കും. അതുകൊണ്ട് അമ്മ സങ്കടപ്പെടുമെന്നുള്ള ചിന്തയും തനിക്ക് വേണ്ട. എന്നാലും സാറിന് ഇതുപോലൊരു ജീവിതമൊന്നും പരിചിതമല്ലല്ലോ. ഇതിനു മുമ്പ് ഇങ്ങനെയുള്ള ജീവിതാനുഭവം സാറിന് ഉണ്ടായിട്ടില്ലല്ലോ. എനിക്കിതൊന്നും ഒരു പുത്തരിയൊന്നുമല്ല. ഞാൻ ഈ ജീവിത സാഹചര്യത്തിൽ നിന്ന് വളർന്നു വന്നതും. അതുകൊണ്ട് എനിക്ക് ഇതിൽ പൊരുത്തപ്പെടാനൊന്നുമില്ല. പക്ഷെ സാർ എങ്ങനെ പൊരുത്തപ്പെടും? സാറിന് ഇതൊന്നും ശീലമില്ലല്ലോ. അത് ഓർക്കുമ്പോഴാ എനിക്ക്. എടോ, ലോകത്തിലുള്ള എത്രയോ പേര് ഈ സാഹചര്യങ്ങളിലൊക്കെ ജീവിക്കുന്നു. അവരും നമ്മളെപ്പോലെ എന്നെ പോലെ മനുഷ്യർ തന്നെയല്ലേ. അപ്പോ എനിക്കെന്തുകൊണ്ട് ഈ ഒരു അവസ്ഥയിലൂടെ ജീവിച്ചു പൊയ്ക്കൂടെ? ഇത് നമ്മുടെ ജീവിതത്തിലെ ആരണ്യകാന്ഡമാണെന്ന് കരുതി നമുക്ക് മുന്നോട്ട് പോവാം. അമ്മയും ദൈവങ്ങളും കൂടെ ഉള്ളപ്പോൾ നമ്മളെന്തിനു ഭയപ്പെടണം? ഇവിടെ നിന്ന് നമ്മൾ പുതിയൊരു ജീവിതം തുടങ്ങാൻ പോവാം. അത് സന്തോഷത്തോടെ വേണം തുടങ്ങേണ്ടത്. അതുകൊണ്ട് ഈ കരച്ചിലൊക്കെ നിർത്തി കണ്ണീരൊക്കെ തുടച്ച് ഒന്ന് ഹാപ്പിയായേ. ഹാപ്പി ആവടോ. ആ അല്ലടോ, ഒരാവേശത്തിന്റെ പുറത്ത് നമ്മളിങ്ങോട്ട് കയറി വന്നു. പക്ഷേ വല്ലതും കഴിക്കണ്ടേ? മാമുണ്ടേ. വിശപ്പിന് മുന്നില് ഒരു ഫിലോസഫിക്കും സ്ഥാനമില്ലല്ലോ. എന്ത് ചെയ്യും? വിശപ്പിന് മുന്നിൽ ഒരു ഫിലോസഫിക്കും സ്ഥാനമില്ലല്ലോ. നമ്മളിപ്പോ എന്ത് ചെയ്യും? വിശപ്പ് മാറ്റാൻ ഞാൻ എന്ത് ചെയ്യും? താൻ വിഷമിക്കണടോ. വാ കീറിയ ദൈവം അന്നേക്കുള്ള അന്നവും തരുമെന്നാണല്ലോ. നമുക്ക് നോക്കാം ദൈവം എങ്ങനെയാണ് അന്നം തരുന്നതെന്ന്.